ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞപ്പോൾ വലിയ ആവേശമാണ്, വലിയ ഊർജ്ജമാണ് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത്, നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്കും കിട്ടിയിരിക്കുന്നത്. അതിൽ നിതീഷ് കുമാർ സ്വാഭാവികമായിട്ട് ബീഹാറിൽ നിന്ന് കറങ്ങുകയുള്ളൂ, അയാൾ മുഖ്യമന്ത്രിയൊക്കെ ആയി ബീഹാർ ഭരിക്കുകയുള്ളൂ, അതിനപ്പുറം ഒന്നും അദ്ദേഹം വരാറില്ല. പിന്നെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധിക്കും, ഡൽഹിയിലേക്ക് ശ്രദ്ധിക്കും. പക്ഷേ കേരളത്തിലേക്കുള്ള അടുത്ത ശ്രദ്ധ ഗംഗയാർ ഒഴുകുന്നത് ബീഹാറിലൂടെ പോയി അത് ബംഗാളിലാണ് അവസാനിക്കുന്നത്, പശ്ചിമ ബംഗാളിലാണ് അവസാനിക്കുന്നതെന്ന് നരേന്ദ്രമോദി പറഞ്ഞതിന് ശേഷം അദ്ദേഹം വിരൽ ചൂണ്ടിയിരിക്കുന്നത് ബംഗാൾ പോലെ കേരളത്തിലേക്കുമാണ്. കേരളത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തീർച്ചയായും തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി കൊണ്ടുപോകാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. 35 സീറ്റ് ഉണ്ടായിരുന്നത് 51 സീറ്റിലേക്കോ 52 സീറ്റിലേക്കോ മാറാൻ, അല്ലെങ്കിൽ 55 സീറ്റിലേക്ക് മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 10 സീറ്റിലാണ് അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. ഒരു ശബരിനാഥിനെ വെച്ചുകൊണ്ട് ബാക്കി 45 സീറ്റും കൂടെ പിടിച്ച്, അല്ലെങ്കിൽ 41 സീറ്റ് കൂടെ പിടിച്ച് 51 സീറ്റിലേക്ക് ബി ജെ പി കോൺഗ്രസിന് കയറാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഇപ്പോൾ മുട്ടടയിലാണെങ്കിൽ വൈഷ്ണവ് സുരേഷിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം പ്രശ്നമാണ്. മറ്റ് മണ്ഡലങ്ങളിൽ വിമതശല്യമുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്. അതുകൊണ്ട് കയറി വരുമോ? അപ്പുറത്ത് സി പി എമ്മിനെ സംബന്ധിച്ച് 10-50 വർഷം സി പി എം ഇവിടെ ഭരിക്കുന്നു. ഒരു ആൻറ്റി ഇൻകംബൻസ് കിടപ്പുണ്ട്, ശബരിമല വിഷയം കിടപ്പുണ്ട്. അതെല്ലാം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരും. പിന്നെ ബീഹാറിൻ്റെ ഊർജ്ജം കോൺഗ്രസിന് ബി ജെ പി കിട്ടുന്നൊരു ഊർജ്ജമുണ്ട്. നരേന്ദ്രമോദിയോ അമിത്ഷാ അടക്കമുള്ള ആളുകൾ തിരുവനന്തപുരത്തൊക്കെ വന്ന് ക്യാമ്പയിനൊക്കെ നടത്തിയാൽ ഒരുപക്ഷെ ബി ജെ പി തന്നെ ഗോളടിക്കാനുള്ള സാധ്യതയുണ്ട്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇപ്പോൾ തിരുമലയിലെ അനിൽകുമാറിൻ്റെ മരണവും നേരത്തെ കൗൺസിലറുടെ മരണവും തൃക്കണ്ണാപുരത്തെ ആനന്ദിൻ്റെ ആത്മഹത്യയൊക്കെ ചെറിയൊരു തിരിച്ചടി ബി ജെ പിക്ക് ആയിട്ടുണ്ടെങ്കിലും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അവർ വളരെയധികം ഗോളടിച്ച് മുന്നിൽ നിൽക്കുകയാണ്. ശ്രീലേഖ IPS, പത്മിനി തോമസ്, മഹേശ്വരൻ നായർ, പൂജപ്പുര മഹേശ്വരൻ നായർ, അതുപോലെ തന്നെ തമ്പാനൂർ സതീഷ്, കരമനാജിത്ത്, പിന്നെ VV രാജേഷ്, പത്മിനി തോമസ്, ഇങ്ങനെ വലിയ ഒരു ടീമിനെയാണ് അവർ ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സാധ്യത കാണാതിരുന്നുകൂടെ നമ്മൾ. തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അതൊരു പക്ഷേ കേരളത്തിൽ തിരുവനന്തപുരം ജില്ല, അല്ലെങ്കിൽ കേരളത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ മറിച്ചാലും അത്ഭുതമില്ല. അങ്ങനെ മറിച്ചാൽ രാജീവ് ചന്ദ്രശേഖരന് കിട്ടുന്ന പൊൻ തൂവലായിരിക്കും. അദ്ദേഹം വന്നതിന് ശേഷം 50 വർഷത്തെ തിരുവനന്തപുരം ഇതാ മറിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേമം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട തുടങ്ങിയ മണ്ഡലങ്ങളൊക്കെ ഞങ്ങൾ പിടിക്കും എന്ന് പറയാനൊരു ആവേശം വരാനുള്ള എല്ലാ സാധ്യതയും തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് അവർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ RSSൻ്റെ ശക്തമായ പിന്തുണയുണ്ട്, BJPയുടെ ശക്തമായ സംഘടനാ നെറ്റ്വർക്കുണ്ട്. പഴയ BJP അല്ല, നിരവധി ആളുകൾ BJPയിലേക്ക് ചേരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് പരമ്പരാഗതമായ CPM സീറ്റുകൾ നഷ്ടപ്പെടുമോ? കോൺഗ്രസിൻ്റെ 10 സീറ്റുകൾ കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു 6 സീറ്റ് മാത്രമേ, അല്ലെങ്കിൽ ശബരിനാഥ് ജയിച്ചാൽ 9 സീറ്റ്, പിന്നെ ഒരു 5-6 സീറ്റ് കൂടെ പിടിച്ചാൽ, അതായത് കോൺഗ്രസിൻ്റെ ഒരു 4-5 സീറ്റും പിന്നെ CPMൻ്റെ കയ്യിലിരിക്കുന്ന സീറ്റും ഒരു 8-10 സീറ്റും പിടിച്ച് 35 സീറ്റ് ഉള്ളത് ഉറപ്പിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും BJP വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ CPM ആണ് തീർച്ചയായിട്ടും പരമ്പരാഗതമായി സംഭവിക്കുന്ന പോലെ CPM മുന്നണി തന്നെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. എന്തായാലും കോൺഗ്രസിൻ്റെ സാധ്യത അത്ര എളുപ്പമല്ല, അതിവിദൂരമെന്ന് പറയില്ല, പക്ഷേ എങ്കിൽ പോലും അത്ര എളുപ്പമല്ല. BJP കൂടി അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസിന് കയറി വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതൊരു ബാലികേല മല തന്നെയാണ്.